ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആതിര അഖിൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മധുരമാണ്, ഒരു ഹോം മെയ്ഡ് വാനില ഐസ്ക്രീം. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും, നമ്മുടെ ചാനൽ ലാസ്റ്റ് വീക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് നേരിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ഞാൻ താങ്ക്സ് പറയുകയാണ്. ഇനി നിങ്ങൾ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം കത്തിവെച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഹോം മെയ്ഡ് വാനില ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇതിനായിട്ട് നമുക്ക് 1/2 ലിറ്റർ പാല് വേണം. നിങ്ങൾ എടുക്കുന്ന പാലിലധികം വെള്ളമൊന്നും ചേർക്കേണ്ട, ആ കൊഴുപ്പോട് കൂടി തന്നെ നമുക്ക് എടുക്കാം. കാരണം നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ മാത്രമേ നമ്മൾ ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് വരുള്ളൂ. അപ്പോൾ 1/2 ലിറ്റർ പാലെടുക്കാം. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര വേണം. ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ നല്ല മധുരം വേണം അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 500 ml മിൽക്ക് എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് അഥവാ 1/2 ഗ്ലാസ് പഞ്ചസാര നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ റവ. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റവ. അതിപ്പോൾ റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയുള്ള റവ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒത്തിരി പഴകിയതൊന്നും ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ഇരുന്ന് പഴകിയിട്ടുള്ള റവയൊന്നും എടുക്കരുത്. അധികം പഴകാത്ത നല്ല റവ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ റവ എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വാനില എസൻസ് വേണം. ഒരു 1-1.25 ടീസ്പൂണൊക്കെ നമുക്ക് ചേർക്കാം. നിങ്ങൾ കയ്യിലിപ്പോൾ വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പകരമായിട്ട് ഏലക്ക ചേർത്താലും മതി. ഒരു 2-3 ഏലക്ക ചേർത്താലും മതി. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഒരു 100% ഒരു ഐസ്ക്രീമിൻ്റെ, ഒരു വാനില ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എസൻസ് വേണം. ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പാലും റവയും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കാം. അതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലത്തെ പാൻ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 ലിറ്റർ മിൽക്ക്, അതായത് 500 ml മിൽക്ക് അളന്നൊഴിക്കാം നമുക്ക്. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. 250 ml അളവിലുള്ള കപ്പിൽ 2 ഗ്ലാസ് പാല്. ഇനി വേറൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. വലിയ സ്പൂണിൽ 3 ടേബിൾ സ്പൂൺ റവ. ഈ റവ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പാലിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട കൂടിയിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പാല് ഇതിലേക്ക് ചേർത്തിട്ട് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ പാല് നമുക്ക് ഈ റവയിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കട്ടയൊക്കെ ഉടച്ചിട്ട് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, പാലിലോട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്, അതായത് 1/2 കപ്പ് പഞ്ചസാര. ഇത്രയും ഈ 1/2 കപ്പ് ചേർക്കുമ്പോൾ തന്നെ ഈ ഐസ്ക്രീമിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൂടുതൽ പഞ്ചസാര എന്തായാലും വേണ്ടി വരില്ല. പഞ്ചസാര അധികം വേണ്ട, മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കപ്പിൽ നിന്നും കുറച്ച് അളവ് കുറച്ചാൽ മതി കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര റവയും ചേർത്തു. ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വയ്ക്കാം. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ. നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പാൻ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇറക്കിക്കൊണ്ടിരിക്കാം. കാരണം റവ ചേർത്തിട്ടുള്ളതുകൊണ്ട് റവ എപ്പോഴും താഴെ പോയി കിടക്കും അല്ലേ. അപ്പോൾ അത് ചൂടാവും തോറും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറയണത്. വല്ലാണ്ട് കുറുക്കിയെടുക്കല്ല, കുറച്ചൊന്ന് കട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഒരു 8-9 മിനിറ്റ് കഴിയുമ്പോൾ പാല് ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ തുടങ്ങും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് തണുപ്പിക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ എടുക്കും തണുത്ത് വരാനായിട്ട്. ഒട്ടും ചൂടില്ലാത്ത രീതിയിൽ തണുത്ത് വരട്ടെ. കാരണം അന്നേരം നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഈ പാലിന് ചെറുതായിട്ടെങ്കിലും ചൂടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സി ചൂടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ചൂടില്ലാത്ത രീതിയിൽ നല്ലോണം തണുത്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ പാല് നല്ലപോലെ തണുത്ത് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇരിക്കണത്. കുറച്ചുകൂടി കട്ടിയായില്ലേ നേരത്തേക്കാളും. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാൻ ബാക്കിയുണ്ട്, വാനില എസൻസ്. വാനില എസൻസ് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റവ നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് അരയ്ക്കാം. കാരണം റവയുടെ തരിയൊക്കെ നമ്മൾ ഐസ്ക്രീമിൽ കഴിക്കണ നേരത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മഹാബോറല്ലേ, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമുക്ക്. ഇപ്പോൾ റവ നന്നായിട്ട് അരയുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടും. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരയണം. ഇപ്പോൾ റവ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നമ്മുടെ ഈ മിക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീഡ് കുറച്ചിട്ടിട്ട് അടിക്കാൻ പോവാണ്. അതായത് ഫസ്റ്റിലെ പോയിന്റിലിട്ടിട്ട് നമുക്ക് അടിക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് പതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഫസ്റ്റിലെ പോയിന്റിലിട്ടിട്ട്
ഒരു 1.5 മിനിറ്റ് നേരത്തേക്ക് അടിക്കാൻ പോവാണ്. അപ്പോൾ ഈ മിക്സ് നല്ലപോലെ ഒന്ന് പതഞ്ഞു വരും. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നല്ല പതഞ്ഞാണ് ഇതിരിക്കണത്. ഇങ്ങനെ ഈ പരുവത്തിൽ കിട്ടണം. അതുപോലെ നമ്മൾ അടിച്ചെടുക്കണം. റവ നന്നായിട്ട് അരയും വേണം, ഇതുപോലെ പതഞ്ഞു വരികയും വേണം. അത് ഞാൻ പറഞ്ഞ പോലെ ആ സ്പീഡ് കുറച്ചിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പതഞ്ഞു കിട്ടും കേട്ടോ. ഇനി ഈ മിക്സ് നമ്മൾ ഐസ്ക്രീമായിട്ട് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു ടിന്നിൽ ഒഴിച്ചു വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു ബോക്സ്. ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് നമ്മൾ ഈ ടിന്നിൽ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ അടച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ബോക്സ് വേണമെങ്കിലും എടുക്കാം. ഇനി അടപ്പില്ലാത്ത ഒരു ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് ഒതുക്കി ഒന്ന് കവർ ചെയ്താലും മതി. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ തുടച്ച് കളയാം. അപ്പോൾ ഈ മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാൻ പോവാം. ഫ്രീസറിൽ വെക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് നിങ്ങൾ ആ സെറ്റിങ്സിൽ ശരിക്കും നോക്കുക. ലോയിൽ ഇരിക്കാൻ പാടില്ല, ഒന്നുകിൽ ഹൈയിലിരിക്കുക അല്ലെങ്കിൽ മീഡിയത്തിലിരിക്കുക. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. കണ്ടോ, ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നമുക്ക് ഇനിയും ഒരു പണിയും കൂടി ഉണ്ട്. ഈ മിക്സ് നമുക്ക് ഒന്നുകൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നുകൂടി ഈ ബോക്സിലേക്ക് തന്നെ ഒഴിക്കാം. നല്ല ക്രീമി ആയിട്ടാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അടച്ചു വെച്ചിട്ട് ഒരു 8-9 മണിക്കൂറോളം ഇത് ഫ്രീസറിൽ തന്നെ വെച്ചേക്കാം. ഇപ്പം നിങ്ങൾ വൈകിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഐസ്ക്രീം റെഡിയായി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്ക് ഐസ്ക്രീം റെഡിയായി കിട്ടും. അപ്പം നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനിത് സ്കൂപ്പ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ ഈ തണുപ്പോട് കൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യമേ ഈ തണുപ്പോട് കൂടി തന്നെ മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് മെൽറ്റായി പോകും. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ വെളിയിൽ വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ സ്കൂപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന പോലെ തന്നെ ഐസ്ക്രീമാണ്. പിന്നെ അവർ ചേർക്കുന്ന പോലത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ആ ഒരു ചെറിയ ഡിഫറൻസ് കാണും. പക്ഷെ എന്നാലും കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ കാണാം. നന്ദി, നമസ്കാരം.